പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ കൊടിയിറങ്ങുകയാണ്. കലാശക്കൊട്ടിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാത്രി വൈകിയും പ്രചാരണ പരിപാടികൾ തുടരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടത് യുവജന സംഘടനകളുടെ റാലിയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും കണ്ണാടി പഞ്ചായത്തിലെ UDF പ്രചാരണ വേദിയിൽ നിന്ന് ബിപിൻ സി വിജയനും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീജിത്ത് ശ്രീകുമാറിലേക്ക്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ രാത്രി വൈകിയും പ്രചാരണം വളരെ ഉഷാറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. SKN രാത്രി വൈകിയും പ്രചാരണ പരിപാടികൾ തുടരുക തന്നെയാണ്. നമ്മോടൊപ്പം ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ കൂടി ചേരുകയാണ്. സരിൻ ബ്രോ, എങ്ങനെയുണ്ട് അവസാന വട്ടം നാളെ കൊട്ടിക്കലാശം? ഇത് യൂത്തിന്റെ LDYF എന്ന് പറയുന്ന സംഘടനയുടെ കൊട്ടിക്കലാശത്തിന്റെ ഒരു സാമ്പിൾ മാത്രമാണ്. സാമ്പിൾ വെടിക്കെട്ട് ഇന്നലെ രാത്രി മാത്രം തീരുമാനിച്ച ഒരു പരിപാടി. പ്രവർത്തകരായിട്ട് ഇവിടെ ഉള്ളവരുടെ രാത്രി സമയങ്ങളെ കൂടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു DJ ഒരു നൈറ്റ് മാർച്ച് പോലെ തന്നെ സംഘടിപ്പിക്കാം എന്നുള്ള തീരുമാനം വലിയ ആവേശത്തോടെയാണ്. പാലക്കാടിന് ഇങ്ങനെയും സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ഒരു നൈറ്റ് ലൈഫ് ആവശ്യപ്പെടുന്ന സ്ഥലമാണ് പാലക്കാട്. അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. പാലക്കാടിനെ ബോധപൂർവം ഉറക്കത്തിലേക്ക് തള്ളിവിട്ടവരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കി ഉണർത്തുന്ന ഒരു രാത്രിയാണ്. ജയിക്കും, ഉറപ്പാണ്. അത് ഒരു മാസം മുന്നേ പറയുന്നതാണ്. പാലക്കാട് ജയിക്കും, പാലക്കാട് ജനതയുടെ ആഗ്രഹങ്ങൾ ജയിക്കും. അതിലൊരു വട്ടിയൂർക്കാവ് ആവർത്തിക്കും. വട്ടിയൂർക്കാവല്ല ആവർത്തിക്കുക, പകരം ഇനി പാലക്കാട് എന്ത് എന്ന് ചർച്ച ചെയ്യുന്ന വിധം അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് പാലക്കാട് ഒരു മോഡലായി വരും. ഏകപക്ഷീയമായി ഇവിടെ ഇടതുപക്ഷം വിജയിക്കും. റഹീം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റഹീം, കെ സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്? അല്ല, കോൺഗ്രസ് RSSന്റെ B ടീമായി മാറിയിരിക്കുന്നു. ബാബറി മസ്ജിദ് ജാംബവാന്റെ കാലത്തെ ഒരു കാര്യമാണെന്നാണ് KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് ജി വന്നതിന്റെ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് സന്ദീപിനെ BJP കോൺഗ്രസിലേക്ക് ഒരു ഡെപ്യൂട്ടേഷൻ അയച്ചതാണെന്ന് തോന്നുകയാണ്. വരുന്ന പ്രശ്നം മുസ്ലിം ലീഗ് അതിന്റെ നിലപാട് വ്യക്തമാക്കണം. ബാബറി മസ്ജിദ് ജാംബവാന്റെ കാലത്തെ പ്രശ്നമാണോ? മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കട്ടെ. തീർച്ചയായും അവർ രാഷ്ട്രീയം പറയുന്നു. കെ സുധാകരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് വിവാദമായിരുന്നു. അത് ബാബറി മസ്ജിദ് ജാംബവാന്റെ കാലത്തെ രാഷ്ട്രീയമാണ്, അതൊന്നുമല്ല പാലക്കാട് ചർച്ച ചെയ്യേണ്ടത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വിവാദമായിരുന്നു. അതിനാണ് പ്രതികരിച്ചത്. എന്തായാലും വലിയ ആവേശത്തിൽ സരിൻ ഉണ്ട്. മുഖ്യമന്ത്രി വന്നു, മൊത്തം പരിപാടികളിലൊക്കെ പങ്കെടുത്തു. എങ്ങനെ തോന്നുന്നു? മുഖ്യമന്ത്രിയുടെ പരിപാടികളുടെ കാര്യമാണോ ചോദിക്കുക? മുഖ്യമന്ത്രിയുടെ പരിപാടി ഞാനത് അവസാന യോഗത്തിൽ കൃത്യമായി സമ്മപ്പ് ചെയ്തു. 6 പൊതുയോഗങ്ങൾ, 7ലേറെ മണിക്കൂറുകൾ അദ്ദേഹം ജനങ്ങളുമായി സംസാരിച്ചു. 10,000-ന് മുകളിലുള്ള ആളുകളെ അദ്ദേഹം നേരിട്ട് അഭിസംബോധന ചെയ്തു. ഈ 6 യോഗങ്ങളിലായി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഓരോ സ്ഥലത്തും വന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, ജനങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ നിലയുറപ്പിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചിരിക്കുന്നത്. ചേലക്കരയിലും പാലക്കാടും ഇടതുപക്ഷം വിജയിച്ചു കയറി. അടുത്ത വർഷത്തേക്കുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിലേക്ക് ഒരു വർഷത്തെ ഒരു ടൈം പ്ലാനിൽ ഈ മുന്നണി പ്രവേശിക്കാൻ പോവുകയാണ്. LDF പ്രചാരണ വേദിയിൽ നിന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേർന്നത്. ഇനി UDF പ്രചാരണ പരിപാടി കണ്ണാടി പഞ്ചായത്തിൽ നടക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ബിപിൻ സി വിജയനൊപ്പം ചേരുകയാണ്. ബിപിൻ സി വിജയൻ, കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അല്പസമയം മുൻപാണ് UDFന്റെ കണ്ണാടിയിലെ കൺവെൻഷൻ സമാപിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ VD സതീശനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 മണിയോടുകൂടി യാക്കരയിൽ നിന്നായിരുന്നു UDFന്റെ റോഡ് ഷോ ആരംഭിച്ചത്. UDFന്റെ റോഡ് ഷോയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 14 കിലോമീറ്റർ ഈ പഞ്ചായത്തിലൂടെ സഞ്ചരിച്ചാണ് ഇപ്പോൾ കിനാശ്ശേരിയിലെത്തി ഇതിന്റെ കൺവെൻഷൻ നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ UDFനൊരു സ്വാധീനമുള്ള ഒരു പ്രദേശമല്ല. എന്നിട്ടും ഇവിടെ 100 കണക്കിന് പ്രവർത്തകരെ ഇറക്കി വലിയ രീതിയിലുള്ള ഒരു മാർച്ച് നടത്താനും ഒപ്പം തന്നെ റോഡ് ഷോ നടത്താനും അവർക്ക് സാധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇതൊക്കെ വലിയ രീതിയിൽ ഇപ്രാവശ്യം കണ്ണാടി ഒപ്പം നിൽക്കും എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ UDF ക്യാമ്പിനും ഉള്ളത്. VD സതീശൻ സംസാരിച്ചപ്പോഴും സർക്കാരിനെതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഒരു മാസ് എൻട്രി എന്നൊക്കെ പറയാവുന്ന പോലെ, ഒരു സർപ്രൈസ് എൻട്രി എന്ന് പറയാവുന്ന പോലെ ആയിരുന്നു ഇവിടേക്കും സന്ദീപ് വാര്യർ കടന്നു വന്നത്. സന്ദീപ് വാര്യർ പ്രധാനമായും പറഞ്ഞത് ഇപ്പോൾ ഇതൊരു സിനിമയായി കണക്കാക്കുകയാണെങ്കിൽ 100 കോടി ക്ലബിൽ ഒരു
സംശയവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറും. അതിലൊരു കൊമേഡിയന്റെ വേഷമായിരിക്കും കെ സുരേന്ദ്രന് എന്നുള്ളതുമാണ്. ഒപ്പം BJP കേന്ദ്രങ്ങളിൽ ഏത് രീതിയിലായിരിക്കും കള്ളവോട്ട് ചെയ്യുക എന്നുള്ളതിനൊക്കെ സംബന്ധിച്ചും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്നുള്ള ഒരു പരിഹാസ രൂപേണയും സന്ദീപ് വാര്യർ സംസാരിക്കുകയുണ്ടായി. രമ്യ ഹരിദാസിനെ പോലുള്ള അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കണ്ണാടിയിലെ ഇന്നത്തെ ഈ കൺവെൻഷനിലും പങ്കെടുത്തു. ഇപ്പോൾ നാളെ കലാശക്കൊട്ടിലേക്ക് നീങ്ങുകയാണ്. അതിന് തൊട്ടു മുൻപ് വലിയ രീതിയിലുള്ള ഒരു റാലി നടത്തി, ഒരു ശക്തി പ്രകടനം തന്നെ നടത്തി കണ്ണാടിയിലൂടെ എന്ന് തന്നെ നിസ്സംശയം ഇപ്പോൾ പറയാം. SKN.